സമസ്ത ഇവിടെ വിഷമത്തിൽ പറയുന്നു, പിറകെ നടന്ന് പരസ്യം ചോദിച്ചിട്ടും UDF തരുന്നില്ലെന്ന്. മുസ്ലിം ലീഗ് കലിപ്പിൽ പറയുന്നു, UDFന്റെ പരസ്യം സുപ്രഭാതം പത്രം കൊടുക്കുന്നില്ലെന്ന്. ശരിക്കും ഇവിടെ എന്താണ് നിങ്ങളുടെ പ്രശ്നം? മുസ്ലിം ലീഗ് സമസ്തക്കെതിരെ ഇവിടെ കാണിച്ചു കൂട്ടുന്നതല്ലോ ആരെങ്കിലും കാണുന്നുണ്ടോ? ഞങ്ങളുടെ ലീഗിന്റെ കുട്ടികളെ കൂടിയാണ് വന്നിട്ട് കവാടാണ്ട് കിടക്കാൻ കഴിയില്ല. ഞാൻ കറയട്ടൊന്നല്ലേ. അല്ല, ലീഗിന് പേടി കാണും. ഇത്രയും നാൾ ലീഗ് പറയുന്നത് കേട്ട് പിറകെ പൊക്കോണ്ടിരുന്ന സമസ്തയ്ക്ക് ഇപ്പൊ ലീഗിന്റെ നിലപാടിലെ പന്തികേട് മനസ്സിലായിട്ട് ലീഗ് പറയുന്നതെല്ലാം സമ്മതിച്ചു കൊടുക്കൽ പരിപാടി അവർ നിർത്തിയിട്ടുണ്ട്. അതോടെ ലീഗിന്റെ കയ്യിൽ നിന്ന് പോയി. 3ാം സീറ്റും പോയി, വയനാട്ടിൽ കൊടിയും പോയി, ഇപ്പൊ സമസ്തയും പോയി എന്നുള്ള അവസ്ഥയായി. സംഭവം ലീഗ് വിചാരിച്ചു വെച്ചിരിക്കുന്നത് അവരിവിടുത്തെ ജന്മിയും സമസ്ത അവരുടെ ചൊൽപ്പടിക്ക് നിൽക്കുന്ന മറ്റേ കീഴാളം ടീമുമാണെന്നാണ്. ഇത് ലീഗിനെങ്ങാനും എവിടെയെങ്കിലും എന്തെങ്കിലും ക്ഷീണം പറ്റുകയാണെങ്കിൽ ചെയ്തിട്ടുണ്ടെങ്കിൽ പിന്നെ ഈ സമസ്തയിട്ട് നിങ്ങൾ കുത്തുന്നത് തോന്നുന്നുണ്ടോ? അതല്ലെന്ന് മനസ്സിലായതിന്റെ കലിപ്പിലാണ് ശരിക്കും പറഞ്ഞ ലീഗ്. ഇന്നിപ്പോ സമസ്തയെ ഇനി പള്ളിയിൽ കയറാൻ സമ്മതിക്കൂല, സമസ്ത പ്രവർത്തകരെയൊക്കെ തീർത്ത് കളയും എന്നൊക്കെ പറയുന്ന ഒരു ടെറർ ഓഡിയോ പുറത്തു വന്നിട്ടുണ്ട്. അയച്ചത് മുസ്ലിം ലീഗ് പ്രവർത്തകർ തന്നെ. നേതാക്കളും ആ കൂട്ടത്തിലുണ്ടോ എന്ന് മാത്രമേ സംശയിക്കേണ്ടതുള്ളൂ. അവർ പറയുന്നത് സുപ്രഭാതം പത്രത്തില് UDFന്റെ പരസ്യം ഒന്നും കൊടുക്കണ്ട, അങ്ങനെ എല്ലാവരെയും പരസ്യം കൊടുക്കുന്ന സുപ്രഭാതത്തിൽ നമ്മളെ പരസ്യം വരേണ്ട ആവശ്യമൊന്നുമില്ല എന്നൊക്കെയുള്ള മൂഡിലാണ്. നിങ്ങൾ എത്തിങ്ങാനൊരു ഒരു സീൻ ഉണ്ടാക്കേണ്ട വെച്ചിരുന്നതാ. ഞങ്ങളുടെ ലീഗിന്റെ കുട്ടികളെ കൂടിയാണ് വന്നിട്ട് എത്തിങ്ങാന്റെ കവാടാണ്ട് കിടക്കാൻ കഴിയില്ല. ഞാൻ കറയട്ടൊന്നല്ലേ. ഞങ്ങൾ വെറുതെ സീൻ ഉണ്ടാക്കണ്ട, മറ്റുള്ളവരുടെ ഒരു മോശം വെച്ചിട്ടാ വേണ്ടി തന്നെ ഞങ്ങൾ അതും ചെയ്യും. ഇത് ലീഗിനെങ്ങാനും എവിടെയെങ്കിലും എന്തെങ്കിലും ക്ഷീണം പറ്റുകയാണെങ്കിൽ ചെയ്തിട്ടുണ്ടെങ്കിൽ പിന്നെ ഈ സമസ്തയിട്ട് നിങ്ങൾ കുത്തുന്നത് തോന്നുന്നുണ്ടോ? നിങ്ങൾ ഈ മറ്റേ സമസ്തയിട്ട് ഒറിജിനൽ സംസ്ഥ അല്ല, നിങ്ങളാ സംസ്ഥ ഉണ്ടല്ലോ, അത് ലീഗിനെവിടെയെങ്കിലും ക്ഷീണം പറ്റട്ടെ. അപ്പാറെ നിങ്ങൾക്ക് അതിൻ്റെ ഗുണം. അപ്പാറ ഒരു പള്ളിക്ക് നിങ്ങൾക്ക് കയറാൻ കഴിയാത്ത അവസ്ഥ വരും. ഒരു പള്ളി, ഒരു മദ്രസ നിങ്ങളെ സമസ്തൻ്റെതാണെന്ന് നിങ്ങൾക്ക് പറയാൻ കഴിയാത്തൊരു അവസ്ഥ ഇവിടെ വരാൻ പോകണം. ചിന്തിക്കാനും അതിൽ അങ്ങേപ്പുറം ബുദ്ധിയുള്ള ആളുകളില്ല. നിങ്ങൾ ആ ബുദ്ധി അങ്ങോട്ട് പോയത് തലച്ചോറ് ആരെ കടിച്ചുകൊണ്ടേ നിങ്ങളത് എല്ലാത്തിനും ബുദ്ധിയുള്ള ആൾക്കാരാണ് നിങ്ങൾ ഈ ലീഗിനെ ക്ഷീണിപ്പിച്ച് ലീഗിൻ്റെ എന്തെങ്കിലും പരാജയപ്പെടുക എന്തെങ്കിലും ചെയ്താൽ നാളത്തെ അവസ്ഥകൾ എന്താ ആലോചിക്കണം? അത് ആലോചിക്കാനുള്ള ബുദ്ധി നിങ്ങൾക്ക് ഉണ്ടോ? ഉണ്ടെങ്കിൽ നിങ്ങൾ ചെയ്യൂല. എങ്ങനെ? ലീഗിന്റെ ടാക്ടിക്സ് വളരെ സിമ്പിളാണ്. ലീഗ് ചോദിച്ച 3ാം സീറ്റ് UDF കൊടുത്തില്ല. അത് വിഷയം 1. 2, CAA വിഷയത്തിൽ UDF അഡ്രസ്സ് പോലും ചെയ്യുന്നില്ല. അങ്ങനെ ഒരു വിഷയം ഇല്ലാത്ത പോലെയാണ് UDFന്റെ പെരുമാറ്റം. ചോദിക്കുമ്പോൾ ഓരോ മുടന്തൻ ന്യായങ്ങളും, പിന്നെ പറയാം പ്രകടന പത്രികയിൽ ഇത് ഉൾപ്പെടുത്താൻ സ്ഥലമില്ല എന്നൊക്കെയുള്ള ഓരോരോ കോമഡി ന്യായങ്ങളും. 3, പള്ളി പൊളിച്ച് പണിഞ്ഞ അമ്പലത്തിന്റെ പ്രതിഷ്ഠയ്ക്ക് പോകാൻ മേൽപ്പറഞ്ഞ UDFന്റെ നേതാക്കളെല്ലാം മുൻപിൽ തന്നെ ഉണ്ടായിരുന്നു. ഇതെല്ലാം കഴിഞ്ഞ് ഇലക്ഷൻ വന്നപ്പോൾ ലീഗിന്റെ കൊടി പോലും പ്രചരണത്തിൽ പുറത്തെടുക്കാൻ കോൺഗ്രസ് സമ്മതിച്ചിട്ടുമില്ല. പ്രത്യക്ഷത്തിൽ കോൺഗ്രസ് BJPയെ പേടിച്ച് ജീവിക്കുന്ന ഒരു ടീമാണെന്ന് ലീഗിന് മനസ്സിലായി, സമസ്തയ്ക്ക് മനസ്സിലായി. ഇത് കുട്ടികളിയല്ല, ഇത് യഥാർത്ഥ കളിയാവും. ഒറ്റയ്ക്ക് നിന്നാ തേയും എന്നുറപ്പുള്ള ലീഗ് പക്ഷെ ഇതൊക്കെ കണ്ടാലും കണ്ണടച്ചങ്ങ് UDFനെ സപ്പോർട്ട് ചെയ്ത് അങ്ങ് പൊക്കോണ്ടിരിക്കുകയാണ് നൈസായിട്ട്. സമസ്തയ്ക്ക് പക്ഷെ അതിന് വയ്യ. അതുകൊണ്ട് അവർ ഡീസൻ്റ് ആയിട്ട് തന്നെ അവരുടെ അതൃപ്തി ഈ കാര്യത്തിൽ തുറന്നു പറഞ്ഞിട്ടുണ്ട്. സമസ്തയും കൂടെ പോയാലോ എന്നോർത്ത് കിളി പോയ ലീഗ് ടോൺ മാറ്റി ഭീഷണിയിലേക്ക് എത്തിയ കാഴ്ചയാണ് ഗൈസ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. നിങ്ങൾ നമ്മളെ സപ്പോർട്ട് ചെയ്തില്ലെങ്കിൽ നിങ്ങളെ നമ്മൾ പള്ളിയിൽ കയറ്റൂല, നിങ്ങളെ പത്രം കത്തിച്ച പോലെ ചിലപ്പോൾ നിങ്ങളെ പത്രം നമ്മളങ്ങ് പൂട്ടിക്കും, അങ്ങനെയുള്ള ഓരോ ഭീഷണികളാണ് ഇവർ ഇറക്കിക്കൊണ്ടിരിക്കുന്നത്. ഒന്നെങ്കിൽ സമസ്ത ഉദ്ദേശിക്കും പോലെ ലേശ അന്തസ്സുള്ള പ്രവൃത്തി ലീഗ് ചെയ്യണം, അല്ലെങ്കിൽ ലേശം അന്തസ്സ് UDFന് ഉണ്ടാക്കാൻ ലീഗ് ഒന്ന് ശ്രമിച്ചു നോക്കണം. ഇതൊന്നും നിങ്ങളെ കൊണ്ട് പറ്റുന്നില്ലെങ്കിൽ പിന്നെ വെറുതെ സമസ്തയുടെ മെക്കിട്ട് കയറി ആറാട്ട് വാങ്ങരുത് പ്ലീസ്.